ഇതുവരെ പണി പൂർത്തിയായ എല്ലാ വീടുകളും പെട്ടെന്ന് തന്നെ വിറ്റുപോയ ഒരു ഹൈലി ഡിമാൻഡഡ് റെസിഡൻഷ്യൽ ഏരിയ വരുന്ന ആരും കൊതിച്ചു പോകുന്ന ഒരു അടിപൊളി 4BHK വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പോൾ തന്നെ വീടിന്റെയും ലൊക്കേഷന്റെയും വാല്യൂ മനസ്സിലായി കാണുമല്ലോ. ഇതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ചാനൽ ആദ്യമായാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീട്ടിലേക്ക് വരുന്നതിന് മുൻപായി ഈ ഒരു ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞുതരാം. തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് ലൊക്കേറ്റ് ചെയ്യുന്നത്. കാണുന്നത് പോലെ ഒരുപാട് വീടുകൾ ഉള്ള ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണിത്. ഇവിടെ പണി പൂർത്തിയായ എല്ലാ വീടുകളും സെയിൽ ആയി കഴിഞ്ഞു. ഇനി വർക്ക് നടക്കുന്ന കുറച്ച് വീടുകൾ മാത്രമാണുള്ളത്. അപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എത്രത്തോളം ഹൈലി ഡിമാൻഡഡ് ഏരിയ ആണെന്ന്. പെട്ടെന്ന് തന്നെ സെയിൽ ആയപ്പോൾ ഫോൺ എടുത്ത് ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു. വീടിന്റെ ഫ്രണ്ട് എക്സ്റ്റീരിയർ മുഴുവനായും ഒരു മോഡേൺ ബോക്സ് ടൈപ്പ് കണ്ടംപററി ഡിസൈനിൽ പ്രീമിയം ആൻഡ് ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ വർക്ക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം വീടിന്റെ അകത്തും പുറത്തും എല്ലാ ഭാഗത്തും നാച്ചുറൽ ഡിസൈനിൽ ചെടികളൊക്കെ വച്ചുപിടിപ്പിച്ചിട്ടുള്ളതും കാണാൻ കഴിയും. കരിപ്പൂർ എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷൻ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും 11 കിലോമീറ്ററും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ നിന്ന് 15 കിലോമീറ്റർ ഡിസ്റ്റൻസിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും എപ്പോഴും ഫ്രീക്വന്റ് ബസ്സുകൾ അവൈലബിൾ ആയ ഒരു ബസ് റൂട്ടിൽ തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. വീടിൽ നിന്നും ജസ്റ്റ് ഒരു 150 മീറ്റർ നടന്നാൽ തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ കഴിയും. കാണുന്നത് പോലെ വീടിന്റെ മുറ്റം മുഴുവനായും കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുകളും ഒക്കെ വെച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം പല സ്ഥലങ്ങളിലായി കൊടുത്തിരിക്കുന്ന ഗാർഡനിങ് ഓർ പ്ലാന്റേഷൻ പ്രോസസ് ഒക്കെ തന്നെ ഈ ഒരു സ്പേസിനെ ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയും. മുറ്റത്ത് കാർ പോർച്ചിൽ ഉൾപ്പെടെ 2 കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്കിംഗ് ചെയ്യുന്ന ഒരു സ്പേസ് തന്നെ അവൈലബിൾ ആണ്. കാർ പോർച്ച് കൂടാതെ ഇവിടെ ഒരു മോഡേൺ ഓപ്പൺ സിറ്റ് ഔട്ട് ഏരിയയും വരുന്നുണ്ട്. നല്ലൊരു സിറ്റിംഗ് ഏരിയയും ഫോർ സീൽ വർക്സും ഒക്കെ തന്നെ ഇവിടെ തൊട്ട് തുടങ്ങുന്നുണ്ട്. വീടിന്റെ വുഡ് വർക്സിനെല്ലാം തന്നെ തേക്ക്, പ്ലാവ്, ആഞ്ഞിലി തടികളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യമേ പറഞ്ഞതുപോലെ 4 ബെഡ്റൂംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വീടിനുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും ഒരു മോഡൽ ഓപ്പൺ കിച്ചണും ബെഡ്റൂമാണ് വരുന്നത്. പ്രീമിയം ആൻഡ് എലിഗന്റ് ഫോർ സീൽ വർക്സും ഇന്റീരിയർ വർക്സും തന്നെയാണ് വീടിനുള്ള എല്ലാ സ്പേസസിലും കാണാൻ സാധിക്കുന്നത്. ഏകദേശം 18x14 ഫീറ്റ് ഡയമെൻഷനിലാണ് നമ്മുടെ ഈ ഒരു ലിവിംഗ് സ്പേസ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലെ നല്ലൊരു അട്രാക്റ്റീവ് ടിവി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വീടിനുള്ള എല്ലാ സ്പേസസും തികച്ച സ്പേഷ്യസ് ആയി ഡിസൈൻ ചെയ്തിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വീടിന്റെ ഈ ഒരു മോഡേൺ ഓപ്പൺ കിച്ചണോട് ചേർന്നതിനാണ് ഡൈനിങ് സ്പേസ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇവിടെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനോടൊപ്പം തന്നെ വലിയൊരു 10 ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് അവൈലബിൾ ആണ്. വീടിനുള്ളിൽ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്പേസ് തന്നെയാണിത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് കിച്ചണിലേക്ക് ഈസി ആക്സസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലെ വാഷിംഗ് ഏരിയയും പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാഷിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ വീടിനുള്ളിലെ സ്ഥലത്തും ഇൻഡോർ പ്ലാന്റേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് ബ്യൂട്ടിഫുൾ നാച്ചുറൽ തീമിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈനിങ് വീടിന്റെ ആ ഒരു ലക്ഷറി ലുക്ക് എടുത്ത് കാണിക്കുന്നുണ്ടെന്ന് തന്നെ പറയാൻ കഴിയും. ഇനി ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്തെ നമുക്ക് DB യൂണിറ്റ് കാണാൻ കഴിയും. കാണുന്നത് പോലെ 3 ഫേസ് പവർ സപ്ലൈ കണക്ഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇലക്ട്രിക്കൽ വർക്സിനായി വി ഗാർഡിന്റെ മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആകെ മൊത്തം 4 ബെഡ്റൂംസ് അടങ്ങുന്ന ഈ ഒരു വീടിനുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ ഒന്നും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂംസുമാണ് കൊടുത്തിരിക്കുന്ന കോമ്പിനേഷൻ. ഏകദേശം 12x12 ഫീറ്റ് ഡയമെൻഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുളും അട്രാക്റ്റീവുമായി നിർമ്മിച്ച ഈ ഒരു ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. പൈപ്പ് ഫിറ്റിംഗ്സിനും സാറ്റലൈറ്റ് ഫിക്സേഴ്സിനുമായി സെറ, കോർസ എന്നീ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. തൊട്ട് മുന്നേ പറഞ്ഞ കിച്ചന്റെ ഭാഗത്തായി കൊടുത്തിട്ടുള്ള ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതും കിച്ചണിന്റെ ഇന്റീരിയർ ഡിസൈനിങ്ങും ഒക്കെ തന്നെ തീർത്തും പ്രീമിയം ലക്ഷറി ഫീലിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാത്തരം മോഡേൺ അമ്യൂണിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ തികച്ച സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഫോർ സീലും വർക്സിനോടൊപ്പം തന്നെ നാനോ വൈറ്റ് ഗ്രാനൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ള എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബും ടോൾ യൂണിറ്റും മൾട്ടിപർപ്പസ് വാഷ് ബേസിനും സ്മോക്ക് എക്സോസ്റ്റിനുള്ള ചിമ്മിനിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം വൈൻ ഗ്ലാസസ് ഒക്കെ വയ്ക്കാനുള്ള ഒരു ഷെൽഫും എല്ലാത്തരം മോഡേൺ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്യാബിനറ്റ്സും ഒക്കെ തന്നെയാണ് താഴെ മുകളിലുമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇനി കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വർക്ക് ഏരിയ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വർക്കിന് ഫിനിഷ് ചെയ്യാനുണ്ട്. ഇവിടെ തന്നെയാണ് വീടിന്റെ പ്രൈമറി വാട്ടർ സോഴ്സ് ആയി കിണർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നനകല്ലും വാഷിംഗ് ഏരിയയും വേസ്റ്റ് ഒക്കെ ഇൻസ്റ്റോൾ ആയിട്ടുള്ള പ്രൊവിഷൻസും അവൈലബിൾ ആണ്. ഈ ഒരു സ്റ്റെയർകേസ് ഏരിയ വീടിനുള്ള ഏറ്റവും അട്രാക്റ്റീവ് ആയ പ്ലേസ് ആണെന്ന് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇത്ര ഭംഗിയിലാണ് സീലിംഗിലും വോൾസിലും ഒക്കെ തന്നെ ഇന്റീരിയർ വർക്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഈ ഒരു സ്റ്റെയർകേസിലൂടെ കയറി വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് സ്പേസ് ഏരിയയിലേക്കാണ്. ഇവിടെ ഒരു സെക്കൻഡറി ടിവി യൂണിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാകെ മൊത്തം ഒരു ലിവിംഗ് സ്പേസ്, 3 ബെഡ്റൂംസ്, 3 അറ്റാച്ച്ഡ് ബാത്റൂംസ്, 2 ബാൽക്കണികളുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിലൊരു ബാൽക്കണി ഒരു പ്രൈവറ്റ് ബാൽക്കണിയാണ്. ബെഡ്റൂമിൽ നിന്നും ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ആ ബെഡ്റൂമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇനി വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനും ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം കരിപ്പൂർ എന്ന സ്ഥലത്താണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. മെയിൻ റോഡിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും 200 മീറ്റർ മാത്രമേ വീട് വരെയുള്ളൂ. ഈ ഒരു റോഡ് മുഴുവനായും ടാർ ചെയ്തിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് വീടുകൾ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ നാച്ചുറൽ റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീടും വരുന്നത്. അതിനോടൊപ്പം സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആയതുകൊണ്ട് ഹൈലി ഡിമാൻഡഡ് ആയ ഒരു ഏരിയ തന്നെയാണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും 11 കിലോമീറ്ററും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ നിന്നും 15 കിലോമീറ്റർ മാത്രമാണ് വീട് വരെയുള്ള ദൂരം. രാത്രിയൊക്കെ ആണെങ്കിൽ വെറും ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ തമ്പാനൂരും അരമണിക്കൂറിനുള്ളിൽ തന്നെ എയർപോർട്ടിൽ എത്താൻ കഴിയും. ഇതിനൊക്കെ പുറമെ പാപ്പനംകോട് ഹൈവേയും വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡും ഒക്കെ തന്നെ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ സമീപത്തൂടെയാണ് പോകുന്നത്. ഇനി എന്ത് വേണം, തിരുവനന്തപുരം സിറ്റി ബോർഡറിലായി സിറ്റി ലൈഫിലേക്ക് ഈസിലി ആക്സസിബിൾ ആയിക്കൊണ്ട് വളരെ പീസ്ഫുൾ ആയ ഒരു ലൊക്കേഷൻ ഫാമിലിയുമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്കും തിരുവനന്തപുരത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കും വളരെ ഈസി ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിയിലും ഈ ലൊക്കേഷനിലും അവൈലബിൾ ആണ്. 4 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ മുട്ടായി പോലെ ചെയ്തെടുത്ത
സ്ഥലത്തുള്ള ഈ ഒരു 4BHK വീടിന് ആസ്കിംഗ് പ്രൈസ് 83 lakhs ആണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ തന്നെയാണ്. വീട് വാങ്ങുന്നതിന് 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായി വീഡിയോ വിസിറ്റ് ചെയ്യാനുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇതുപോലെ നിങ്ങളുടെ വീടുകളോ സ്ഥലങ്ങളോ ഞങ്ങളിലൂടെ പരസ്യം ചെയ്ത് വിൽക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഞങ്ങളെ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോ. കൂടുതൽ വീഡിയോസ് ഒക്കെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്